എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ഓഗസ്റ്റ് 22 നടന്ന 10th പ്രിലിംസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ മാൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ഓപ്ഷൻ ബി ദക്ഷിണ ധ്രുവം. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ് രവീന്ദ്രനാഥ ടാഗോർ. പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് കൊണാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ് നാഗാലാൻഡ്. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ സി ശ്രീമതി ദ്രൗപദി മുർമു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഓപ്ഷൻ ഡി 25 വയസ്സ്. നിലവിൽ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ബി കേന്ദ്ര ധനകാര്യമന്ത്രി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ സി ആണ് G ശങ്കരക്കുറുപ്പ്. ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ആരാണ്? ഓപ്ഷൻ ഡി സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത? ഓപ്ഷൻ സി NH 44. കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടി ഏത്? ഓപ്ഷൻ സി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി സിക്കിം. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ അയ്യങ്കാളി. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത്? ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. കേരള തീരപ്രദേശത്ത് കാണപ്പെടുന്ന അറ്റോമിക ധാതു ഏതാണ്? ഓപ്ഷൻ ഡി തോറിയം. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി കോറമാൻഡൽ തീരം. വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി? ഓപ്ഷൻ ബി നർമ്മദ. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി ഗുജറാത്ത്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി ആണ് നെയ്യാർ വന്യജീവി സങ്കേതം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണ്? ഓപ്ഷൻ ബി ദണ്ഡി മാർച്ച്. ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 3 മാത്രം. ശരിയായ പ്രസ്താവനകൾ: സുകുമാർ സെൻ ആയിരുന്നു ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 17 കോടി വോട്ടർമാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. തിയോസഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ട്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിൽ ഗേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് കർഷകരെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉം 3ഉം. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN ഗുരുശ്രു. പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 1947 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏവ? ഓപ്ഷൻ എ ആണ് ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. വാദം കാരണം. വാദം ലിറ്റൻ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു. കാരണം പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഓപ്ഷൻ എ ആണ് രണ്ടും ശരിയാണ്. കാരണം വാദത്തെ വിശദീകരിക്കുന്നു. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. ദ്വിരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത്. പാകിസ്ഥാൻ 2 പ്രദേശങ്ങളായാണ് രൂപം കൊണ്ടത്. 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത്? ഓപ്ഷൻ സി ആണ് ഹരിപ്പാട്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഓപ്ഷൻ ബി ആണ് ജ്ഞാനേഷ് കുമാർ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻ സി ജപ്പാൻ. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം? ഓപ്ഷൻ ബി മോട്ടു എന്ന ആനക്കുട്ടി. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിത? ഓപ്ഷൻ എ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ആക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇല്ലിക്കുന്ന്. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻ ബി ആണ് 2, 4. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ
സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഓപ്ഷൻ സി ആണ് അൻപ് വീട്. കാനഡ ഗവൺമെന്റിന്റെ സാങ്കേതിക സഹകരണത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ ബി ഇടുക്കി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് 1, 3 മാത്രം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് പട്ടണത്തിൽ ആണ്? ഓപ്ഷൻ സി ആണ് ആലുവ. താഴെ പറയുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഈ നദി ഉദ്ഭവിക്കുന്നത്. കേരളത്തിലെ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഇത്. പ്രശസ്തമായ മാമാങ്കം നടത്തപ്പെട്ടിരുന്നത് ഈ നദിയുടെ തീരത്തായിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഭാരതപ്പുഴ. 2024 അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി നീന്തൽ താരം ആര്? ഓപ്ഷൻ സി സാജൻ പ്രകാശ്. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം ക്ഷേത്രം ഏത് കായൽ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. അതിക്രമങ്ങൾക്ക് ഇരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയകേന്ദ്രം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ സ്നേഹിത. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് 3 മാത്രം. താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല എന്നിവ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. കാരാപ്പുഴ വയനാട്, പോത്തുണ്ടി പാലക്കാട്, ചിമ്മിണി തൃശൂർ, പെരിയാർ ഇടുക്കി. 50ാമത്തെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന വരികൾ എഴുതിയത് ആര്? ഓപ്ഷൻ സി ആണ് വെള്ളത്തോൾ നാരായണ മേനോൻ. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ ബി ആണ് മങ്കട കൃഷ്ണവർമ്മ രാജ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ എ മാർത്താണ്ഡവർമ്മ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ സംഘടിപ്പിച്ചത് ഇവരിൽ ആര്? ഓപ്ഷൻ സി ആണ് മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇവരിൽ ആരാണ്? ഓപ്ഷൻ ഡി കെ കേളപ്പൻ. കുണ്ടറ വിളംബരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1809. താഴെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി ആണ് 1, 3, 4. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടു. തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം 1913 സംഘടിപ്പിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം? ഓപ്ഷൻ ബി ആണ് കീഴരിയൂർ ബോംബ് കേസ്. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി 1956. ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും? ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട്. വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം? ഓപ്ഷൻ സി ആണ് നിശാന്തത. പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുന്ന പദ്ധതി? ഓപ്ഷൻ ബി സാന്ത്വനം. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരളിൽ എത്തിക്കുന്ന സിര? ഓപ്ഷൻ എ ഹെപ്പാറ്റിക് പോർട്ടൽ സിര. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സംരക്ഷിക്കുന്ന രീതിക്ക് ഉദാഹരണം? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ഷയ രോഗത്തിന് കാരണമായ രോഗകാരി? ഓപ്ഷൻ എ ആണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? ഓപ്ഷൻ സി ആണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവനമാർഗം ഉറപ്പാക്കാനായി ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതി? ഓപ്ഷൻ ബി ആണ് സ്നേഹയാനം. സുന്ദർലാൽ ബഹുഗുണയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം? ഓപ്ഷൻ ഡി ചിപ്കോ പ്രസ്ഥാനം. ഭൗമസൂചിക പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം? ഓപ്ഷൻ എ ആണ് പാലക്കാടൻ മട്ട അരി. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ? ഓപ്ഷൻ ബി കണ്ടൽ വനങ്ങൾ. സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് സിഡറൈറ്റ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് ആയത് ഏത്? ഓപ്ഷൻ സി ട്രിഷിയം. വാട്ടർ ഗ്യാസ് ഏതിന്റെയൊക്കെ മിശ്രിതമാണ്? ഓപ്ഷൻ എ ആണ് കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിശ്രിതം. പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള പലഹാരങ്ങളിൽ മധുരം ഉണ്ടാകുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേര്? ഓപ്ഷൻ സി സാക്കറിൻ. രാത്രിയിൽ പടക്കം പൊട്ടുമ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ട് 2 സെക്കൻഡിനു ശേഷം അതിന്റെ ശബ്ദം കേട്ടു എങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലെ ആയിരിക്കും? ഓപ്ഷൻ ബി ആണ് 700 മീറ്റർ. ഫാരൻഹീറ്റ് താപനിലയും സെൽഷ്യസ് താപനിലയും ഒരേ അളവ് കാണിക്കുന്നത് ഏത് ഊഷ്മാവിൽ ആണ്? ഓപ്ഷൻ ബി -40 ഡിഗ്രി. താഴെ തന്നിരിക്കുന്നവയിൽ സംരക്ഷിത ബലങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ആണ് 1, 4. ഗുരുത്വാകർഷണ ബലം, സ്ഥിത വൈദ്യുതി ബലം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ ഒന്നാമത്തെ ഉത്തേജകാവസ്ഥയിലെ ഊർജവും രണ്ടാമത്തെ ഉത്തേജകാവസ്ഥയിലെ ഊർജവും തമ്മിലുള്ള അനുപാതം എത്ര? ഓപ്ഷൻ സി ആണ് 9/4. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായ വൃത്താകാരം ആണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ ചെയ്യുന്ന പ്രവൃത്തി? ഓപ്ഷൻ സി ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി പറയാനുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യങ്ങൾ വായിക്കുന്നില്ല,
ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും മാത്രം പറയാം. 81 ഓപ്ഷൻ എ. 82 ആൻസർ ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ സി. 84 ഓപ്ഷൻ ഡി. 85 ഓപ്ഷൻ എ. 86 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ സി. 88 ആൻസർ ഓപ്ഷൻ സി. 89 ഓപ്ഷൻ ഡി. 90 ഓപ്ഷൻ ബി. 91 ഓപ്ഷൻ എ. 92 ഓപ്ഷൻ സി. 93 ഓപ്ഷൻ ബി. 94 ഓപ്ഷൻ എ. 95 ഓപ്ഷൻ ഡി. 96 ഓപ്ഷൻ എ. 97 ഓപ്ഷൻ ബി. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ സി. 100 ഓപ്ഷൻ ബി.